ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എഗ് ആൻഡ് ബീൻസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞതും 2 സബോള ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ബീൻസ് 2-3 മണിക്കൂർ കുതിർത്തിയിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിക്കുമ്പോൾ ഉടഞ്ഞു പോകാനായിട്ട് പാടില്ല. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മുട്ടയിൽ വേണമെങ്കിൽ ചേർത്ത് ഒരുമിച്ച് വഴറ്റിയെടുക്കാം. അതിനേക്കാൾ ഇത്തിരി കൂടി ടേസ്റ്റ് തോന്നുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള എല്ലാ മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട ഒന്ന് സെറ്റായി വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു അടിപൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.